ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പ്രസവിച്ചിട്ട് ഇതുവരെ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോയിട്ടുണ്ടായിട്ട, പുറത്തൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിട്ട. അപ്പോൾ ഏതായാലും എൻ്റെ പുരയെന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്. സ്കൂളിലുള്ള സമയമായതുകൊണ്ട് അധികം അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നത് ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിട്ട. കുറേ ആയി പോയിട്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു ഭയങ്കരത്തിലൊരു മിസ്സാവലുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും പോകണ്ട, സ്കൂള് മദ്രസ എല്ലാം വെറുതെ ലീവ് ആവുമല്ലോ എന്നല്ല വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിന്. പിന്നെ എന്തായാലും കുഞ്ഞിനും കൊണ്ട് അവിടെ പോയിട്ടുണ്ടായിട്ട് അപ്പോൾ വിചാരിച്ച് ഒന്ന് രണ്ട് ദിവസം സ്കൂളിൽ ലീവാക്കാം. അപ്പോൾ പിന്നെ 2 ദിവസം ഉമ്മാനടുത്ത് ഉപ്പാനടുത്തെല്ലാം നിന്നിട്ട് വരാമല്ലോ. അത് വിചാരിച്ചിട്ട് ഇന്ന് പുരയിലും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടെങ്കിലോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രസവിച്ചിട്ട് 40 ദിവസമാണെന്നില്ല. ശരിക്കും പെണ്ണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ 39 ആണ്, കുഞ്ഞിക്ക് 41. അങ്ങനെയാണ് ഇങ്ങോട്ടെല്ലാം പറയില്ല. എനിക്കറിയില്ല അതിൻ്റെ ശരിക്കുള്ളത് എന്തെന്ന് അറിയില്ല. അങ്ങനെയാണ് പറയില്ല. ആർക്കും അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാവേ. അപ്പോൾ എനിക്ക് കുഞ്ഞായതുകൊണ്ട് തന്നെ ഇന്നേക്ക് 41 ദിവസമാണ്. അപ്പോൾ അന്ന് നമ്മളെന്തായാലും 40 കുളി അങ്ങനെ എന്തെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് കുറച്ചൊരു എന്തായാലും നമുക്കൊരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് അന്ന് നമുക്ക് മന്തി ഉണ്ടാക്കാമെന്നേ. മന്തിൻ്റെ എല്ലാം ഞാൻ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി മന്തിൻ്റെ റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ളൊരു വീഡിയോയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ചെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി അതെല്ലാം ഒന്ന് ചോപ്പാക്കിയതും, മല്ലിച്ചപ്പ്, പുതിന അതെല്ലാം നല്ലോണം ചോപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്തിന്. അതേപോലെ ഞാൻ കുറച്ച് മുളക് പൊടി എപ്പോഴും ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് കളർ ഇടാക്കുക. പച്ചമുളക് ഇങ്ങനെ മുദ്മനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ബേ ലീഫ് അതെല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ നമ്മൾ ഇതില്ല എന്താ പറയണ്ടേ, ജീരകം അതൊന്ന് ചെറുങ്ങനെ വറുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് മാഗി ക്യൂബ്, അതും 3 മാഗി ക്യൂബ് ഇട്ടിന്. ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 3 മാഗി ക്യൂബ് ഇട്ടിന്. ഒന്ന് മാറ്റി വെച്ചിന് നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇല്ലേ, അതൊരു 10 അല്ലി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിന്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നതിനോട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അതിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. സാൾട്ടുള്ള മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ പരക്കി വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിന്. അപ്പോൾ അതങ്ങനെ പരക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് പണിയെല്ലാം ബാക്കി ഉണ്ടായിന്. കുഞ്ഞിൻ്റെ തുണിയെല്ലാം ഒന്ന് നനക്കാനുണ്ടായിന്, ആദമിനെ കുളിപ്പിക്കാനുണ്ടായിന്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൂമെല്ലാം ഒന്ന് നമുക്ക് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് വിരിക്കാനും എല്ലാം ഉണ്ടായിന്. അപ്പം അങ്ങനെ അതെല്ലാം ഒരു സൈഡ് നടക്കുന്നുണ്ട്. ഇതുപോലെ മന്തിക്ക് നമ്മളിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് ഹോളിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മൾ പണിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ചിക്കനില്ലേ, അത് ഒരു സൈഡ് തീയെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് വെച്ച് കൊടുത്തതിന്. ഇപ്പുറത്ത് നമ്മൾ ചോറ് റെഡിയാക്കാനുള്ള സംഭവങ്ങളും ഇവിടെ റെഡിയാകുന്നുണ്ട്. വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടേ മാഗി ക്യൂബ് അത് ഇട്ട് കൊടുത്തിന്. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുറച്ച് ചെറുനാരങ്ങ, സൺഫ്ലവർ ഓയിൽ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഞാനിവിടെ ചോറും റെഡിയാക്കിയിട്ട് എടുത്തിന്. എന്നിട്ടായിട്ട് നമ്മളെ ദമ്മിങ് പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് ചോറെല്ലാം ഇപ്പോൾ വിളമ്പിയിട്ട് അതിലേക്ക് വേണ്ട സൈഡ് ഡിഷും റെഡിയാക്കിയിട്ട് എടുത്തിന്. മിൽക്ക് വെച്ചിട്ടുള്ള മയോണൈസാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ടൊമാറ്റോ സോസും റെഡിയാക്കിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ മക്കൾക്ക് ഓട്സാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അധികവും സ്കൂളില്ലാത്ത ദിവസം രാവിലെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും മക്കളെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനും ഉമ്മെല്ലാം നേരത്തെ ഫുഡെല്ലാം കഴിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നേരത്തെ കഴിക്കും. മക്കൾ കുറച്ച് എണിക്കാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബ്രെഡ് മുട്ടയോ അതല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അധികവും ലീവുള്ള ദിവസം ഇങ്ങനെ തന്നെയാണ്. സ്കൂളുള്ള ദിവസം നമ്മിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരക്കിട്ടിട്ട് അതങ്ങനെ കഴിച്ചിട്ട് ഓടലല്ലേ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം രാവിലെ അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നാവോ, അത് എത്ര തിരക്കായാലും അതങ്ങനെ തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അന്ന്.
എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ദുവാമോൾക്കും ജമ്മോഹനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കലാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക, ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനോണ്ട് അന്നുവിനെ ഉള്ളി മുറിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സൈഡ് ഒരാൾ ഹെൽപ്പിന് ഉണ്ടെങ്കിൽ നമുക്ക് പണി പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നും. അപ്പുറത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാമല്ലോ. അപ്പം ഞാനങ്ങനെ ആദമിൻ്റെ തുണിയെല്ലാം ഉണ്ടായിരുന്നു നനക്കാൻ 2 പമ്പസ് ഇട്ട് കൊടുക്കലുണ്ട്. ഒന്ന് രാവിലെ കുളി കഴിഞ്ഞ പാട്, അതേപോലെ രാത്രി കിടക്കുമ്പോൾ. അങ്ങനെ ബാക്കി ഫുള്ളിങ്ങനെ പമ്പസ് ഒന്നും ഇടാതെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വിടലാണ്. അങ്ങനെ ആദമിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മളെ ബിരിയാണിയും എല്ലാം ഇവിടെ റെഡി ആയിന്. ബിരിയാണീൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാനധികം റെസിപ്പിയൊന്നും അങ്ങനെ കാണിക്കാൻ നിന്നിട്ടാണ്. വീഡിയോ എടുക്കലെല്ലാം ആകുമ്പോൾ കുറേ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ഉണ്ടാക്കിയതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് റജിബിരത്തേന് നോമ്പുണ്ടായിട്ട് അന്നത്തെ വിശേഷമാണ്. വൈകുന്നേരം ഞാൻ അതുവരെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടാ. ഇന്ന് ഉപ്പാവുമ്മാവും കാസർഗോഡ് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിന്. പിന്നെ ദുവാമോൾക്ക് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാവുമ്പോൾ എനിക്കും ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. നമുക്ക് രാത്രിയിലേക്ക് കറിയൊന്നും ഉണ്ടായിട്ടാ. ഉച്ചയ്ക്ക് പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അതിനപ്പോൾ ചിക്കൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം സാധാരണ മസാല ഇപ്പോൾ ഉള്ളി, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒന്നും ഇട്ട് കൊടുത്തിട്ടാണ്. കുറച്ച് കറിച്ചപ്പിൽ, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ചിക്കന് ഫ്രൈ ആക്കിയതാണ്. അതും ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ടൊരു മസാല റെഡിയാക്കി. പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായ ഒരു ദോശ ഉണ്ടായിട്ട് മൈദൻ്റെ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയതാണ്. അങ്ങനെ മക്കളെ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാണ് പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായത്. ഇതിൻ്റെ പ്രിപ്പറേഷനെല്ലാം മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. മാരിനേറ്റും കാര്യങ്ങളെല്ലാം മുന്നേ ചെയ്തതിന് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറി. ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട്. രേഷ്മി ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിന്. രേഷ്മി ചിക്കൻ കറിയും എമിനി റൊട്ടിയും ഭയങ്കര കോമ്പിനേഷനാണ്. അങ്ങനെ ചിക്കനെ നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം വേണം, തൈര് വേണം, ബാക്കി മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിന ഇത്രയെല്ലാം വേണ്ടത്. കണക്കിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഉള്ളി നമ്മളിങ്ങനെ റോസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നില്ല, ബട്ടർ ചിക്കനെല്ലാം അരച്ചെടുക്കുന്നില്ല, വെറും ഉള്ളിയും അണ്ടിപ്പരിപ്പ് മാത്രമാണ്. അങ്ങനെ അരച്ചെടുത്തതും കൂടി നമുക്ക് ഇതിലേക്ക് വേണം. ഫസ്റ്റ് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പും ഉള്ളിയെല്ലാം ഒന്ന് റോസ്റ്റാക്കിയത് നമുക്ക് നല്ലോണം അരച്ചെടുത്തിട്ട് അതിനെ ഇതുപോലെ ആ ഒരു സ്പൈസസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരണം. ആടെയാണ് ഇതിൻ്റെ കാര്യമുള്ളത്. അല്ല നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വിചാരിച്ച പോലെ ടേസ്റ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളെ കറിയെല്ലാം ഇട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. കസൂരി മേത്തി ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയില്ല കറിക്ക്. ശരിക്കും ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് വേണം കസൂരി മേത്തി ഇട്ട് കൊടുക്കാൻ. ഞാനന്ന് മിനി റൊട്ടിയൊന്നും ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ പത്തലില്ലേ അതും ഈ ഒരു കറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി. ഇന്നാണ് ഞാൻ പുരയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. മക്കളെല്ലാം സ്കൂളിലേക്ക് ഇന്ന് ലീവാണ്, പോകുന്നില്ല. അതേപോലെ മദ്രസ ഉണ്ട് രാവിലെ. പിന്നെ ഉപ്പ 10 മണിക്ക് ശേഷമാണ് കൂട്ടാൻ വരുന്നത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്രസ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ആൾ ഇപ്പോൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. സ്കൂൾ മദ്രസ ആയതുകൊണ്ട് തന്നെ വണ്ടി വരും. സ്കൂൾ മദ്രസ ആകുമ്പോൾ എനിക്ക് നല്ലതാണ്. ഇങ്ങനെ വെക്കേഷൻ ടൈമിലെല്ലാം നമുക്ക് സ്കൂളിൽ ലീവ് ഉണ്ടെങ്കിൽ മദ്രസും ലീവ് ഉണ്ടാവും, സ്കൂളുണ്ടെങ്കിൽ മദ്രസ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതാണ് സ്കൂൾ മദ്രസയിലേക്ക് ചേർത്തത്. അങ്ങനെ മക്കളെല്ലാം പോയി. ചെറിയ എന്തെല്ലാം പരിപാടി ഉണ്ടായിന്. ഒരു 11 മണിയാകുമ്പോൾ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം പണികളെല്ലാം ഉണ്ട്, പെട്ടെന്ന് തീർക്കണം. അതേപോലെ ആദം ബേബിനെ കുളിപ്പിക്കണം, ദുവാമോളെ റെഡിയാക്കണം, ജമ്മു ഉണ്ട് ഓളയും റെഡിയാക്കണം. അങ്ങനത്തെ എന്തെല്ലോ പരിപാടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും തലേ ദിവസം പാക്ക് ചെയ്തിട്ട് വെക്കലേ ഇല്ല. പോകുന്നതിൻ്റെ കുറച്ച് സമയം മുന്നെയാണ് പാക്ക് ചെയ്തിട്ട് വെക്കൽ.
എല്ലാം കണ്ടു വെച്ചിട്ടുണ്ടാവും. ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ എടുത്തു വെക്കും. എല്ലാം ബാഗിലേക്ക് എടുത്ത് വെക്കേണ്ട പണിയേ ഉണ്ടാവും. എന്തെല്ലാം കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തു വെക്കും. പക്ഷേ ഇല്ലേ, ബാഗിൽ ഇട്ട് വെക്കുന്നത് പോകുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ ആണ്. അപ്പോൾ അതാണ് ഇവിടുന്ന് എടുക്കുന്നുള്ളത്. പിന്നെ ഞാൻ അവിടെ മക്കളുടെ ഡ്രസ്സൊന്നും നല്ലതൊന്നും എടുത്തു വെക്കലില്ല. പെട്ടെന്ന് ചെറുതാവുമല്ലോ. ഞാൻ പിന്നെ കുറവാണ് പോലെ പൊരക്ക് അധികം ഇങ്ങനെ കുറച്ചധികം ലീവ് ഉണ്ടെങ്കിൽ അങ്ങനെ പോലുള്ളൂ. പിന്നെ അടുക്ക് ഇങ്ങനെ ഒരു ദിവസം 2 ദിവസം അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ പോയെങ്കിലായി. ഇപ്പം പിന്നെ മക്കൾക്ക് സ്കൂളും അതെല്ലാം ഉണ്ടതുകൊണ്ട് എനിക്ക് പോകാനേ കഴിയലില്ല. ഇപ്പം പിന്നെ ആദം ബേബീനെ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് പോയിട്ടാലോ പൊരക്ക്. പിന്നെ അങ്ങനെ ഉമ്മ ഉപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് സ്കൂളെല്ലാം 2-3 ദിവസം ലീവാക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ്. അതല്ലെങ്കിൽ എനിക്കങ്ങനെ ഇഷ്ടമില്ല 2 ദിവസം 3 ദിവസം എല്ലാം അങ്ങനെ നിൽക്കാൻ പോകാൻ. പോകുന്നെങ്കിൽ എന്തായാലും ഒരു 10 ദിവസമെങ്കിലും നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവർ പോയ ക്ഷീണം തീരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിട്ട് അപ്പം തന്നെ ഒരു വരുമ്പോൾ ഒരു എന്തോ ഒരു വിഷമം പോലെയാണ്. പെട്ടെന്ന് ദിവസം പോകുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം ഒന്നും പോയതേ അറിയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ തിരിച്ചു വന്നിട്ടാകുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഭയങ്കര ഒരു ബേജാറ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും 2 ദിവസം ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെ പോകാനേ നിൽക്കലില്ല. അപ്പോൾ അങ്ങനെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആദ്യം ബേബിനെ കുളിപ്പിച്ചിട്ട് ഓനെ ഡ്രസ്സാക്കിയിട്ട് തന്നെ ഉറക്കാൻ വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത് ഡ്രസ്സാക്കേണ്ട പണിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ബേബിനെ കുളിപ്പിക്കണം, ജമ്മുവിനെ കുളിപ്പിക്കണം, ഓരോന്ന് ഡ്രസ്സാക്കണം, അങ്ങനത്തെ എന്തെല്ലാം പരിപാടിയുണ്ട്. പുരയിൽ പോകുന്ന പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ. ഭയങ്കര ഒരു സന്തോഷം, എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. അതേപോലെയാണ് എനിക്കും മക്കൾക്കെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. 10 മണിയാകുമ്പോൾ മദ്രസ കഴിയും. 10 മണിയാകുമ്പോൾ അന്നു അർമാനും അടുത്ത് തന്നെയാണ്, നടന്നിട്ട് തന്നെ വരും. രണ്ടാളും രാവിലെ തന്നെ റെഡി ആയിട്ട് തന്നെ പോയതാണ്. കുളിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ പണിയൊന്നുമില്ല. അങ്ങനെ ആദ്യം ബേബി കുപ്പായെല്ലാം ചുന്ദര കുട്ടപ്പനായി തൊപ്പിയെല്ലാം വെച്ച് ഓനങ്ങനെ റെഡിയാക്കി. ഓനെപ്പോഴും കുളിപ്പിച്ചിട്ട് ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് റാപ്പാക്കിയിട്ട് കിടത്തലല്ലോ. ഓൻ വിചാരിക്കുന്നുണ്ടാവും എന്തുപ്പാ എന്നിങ്ങനെ കുപ്പായല്ലിട്ട്, ഓനൊന്നും അറിയില്ലല്ലോ അല്ലേ. മാഷാ അല്ലാ. അങ്ങനെ ഇതാണ് എൻ്റെ ഉപ്പ ഉമ്മ വന്ന് അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടുണ്ടാവുക. ഇതെന്ന് അറിയുന്നത് എനിക്ക് അന്നൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു കേക്കും ഉണ്ടായിന്. അതൊരു ബാർബി കേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു തീമിൽ വരുന്ന എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്യാനെല്ലാം ഉണ്ടായിന്. അത് ഞാൻ അന്നോനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ നിർത്തിയിട്ടുള്ളത് മേൽപ്പറമ്പിലാണ്. അവിടെ നല്ല ബീഫ് കിട്ടും. അധികവും നമ്മൾ അവിടെ നിർത്തിയിട്ട് എപ്പോഴും ചോദിക്കലുണ്ട്. ചില സമയത്ത് തീർന്നിട്ടുണ്ടാവും. കിട്ടുന്നുണ്ടെങ്കിൽ അധികവും അവിടുന്ന് മേങ്ങലുണ്ട്. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബീഫ്. കുറച്ച് ലേറ്റായിട്ട് പോയെങ്കിലൊന്നും അവിടുന്ന് ബീഫ് കിട്ടലില്ല. ഇന്ന് എന്താണെന്നറിയില്ല. നമ്മൾ ഒരു 11:30 ആ ഒരു ടൈമിലായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടായത്. നല്ല ഫ്രഷ് ബീഫ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റും ഉണ്ടായിന് കറി. അങ്ങനെ ബേബിയും ജമ്മുവെല്ലാം ഭയങ്കര സന്തോഷത്തിലാണെന്നുള്ളത്. കുറേ ആയി നമ്മൾ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയിട്ട്. ഇപ്പോൾ പ്രസവിച്ചിട്ടും കുറേ സൈഡിലെ ഉള്ളിൽ തന്നെ പ്രഗ്നൻ്റ് ആ ഒരു ടൈമിൽ നമുക്ക് അധികം അങ്ങനെ ലാസ്റ്റ് ടൈമിലെല്ലാം അങ്ങനെ പുറത്തിറങ്ങാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ പോകുന്നതല്ലാതെ അങ്ങനെ വേറെ അങ്ങനെ പോലൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ ഇപ്പം നമ്മൾ സീതാങ്കോളി എത്തി. അങ്ങനെ ആടെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ദാഹം. അങ്ങനെ നല്ലൊരു കരിമ്പ് ജ്യൂസും പിന്നെ ഈ ഒരു സംഭവമില്ല, ഇത് സ്പൈസിയും സ്വീറ്റും ആയിട്ടുള്ള നല്ലൊരു തട്ടുകടയിലുള്ളൊരു അപ്പമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എനിക്ക് കുറേ ദിവസമായി ഇത് കഴിക്കണം എന്നിട്ട് ഇങ്ങനെ നടക്കുന്നു. അവിടെ കണ്ടിട്ടാകുമ്പോൾ അങ്ങനെ മേങ്ങിയതാണ്. ചേട്ടാ ഒരു ചായ, അതിപ്പോൾ ആ പേര് ശ്രദ്ധിച്ചത്. ആ ഒരു തട്ടുകടയിൽ നിന്നാണ് ഇത് കഴിച്ചിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പൊരക്കെത്തി. പൊരയിൽ ബാബി ഉണ്ടായിന്. ഇത് ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഉമ്മാരുടെ കുറേ കഥയെല്ലാം പറഞ്ഞിട്ടുള്ളപ്പോഴത്തേക്ക് പിള്ളമാർ സ്കൂളിൽ നിന്ന് എത്തി. എൻ്റെ ഇച്ചാൻ്റെ മക്കളാണ്. അങ്ങനെ ഓരെല്ലാം വന്നിട്ടാകുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കും കളിയും എല്ലാം ആയി. പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാ. അന്ന് രാത്രിയിലേക്ക് കൊണ്ടുവന്ന ബീഫ് ഉണ്ടായിട്ട് ആ ഒരു ബീഫിൻ്റെ കറിയും പൂരിയും അതെല്ലാം ഉണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എൻ്റെ കുടിലിലെ വിശേഷങ്ങളെല്ലാം ഞാൻ കുറച്ചെല്ലാം ഷൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.